ഗുരുവായൂരിലെ കിഴക്കേ നടയിലെ മഞ്ജുളാലിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. മഞ്ജുള എന്ന് പറയുന്ന ഒരു വാരസ്യാരി പെൺകുട്ടി ഉണ്ടായിരുന്നു. മഞ്ജുള വലിയ കൃഷ്ണഭക്തയായിരുന്നു. ഗുരുവായൂരിലായിരുന്നു അവരുടെ വീട്. എന്നും സന്ധ്യയ്ക്ക് ഗുരുവായൂരപ്പന് മാല കെട്ടിയിട്ട് മഞ്ജുള ഗുരുവായൂരിലേക്ക് പോകുമായിരുന്നു. ദിവസവും അമ്പലത്തേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് ദിവസമായിട്ട് കാലിച്ചക്കന്മാരുടെ ശല്യമാണ്. കൂട്ടത്തിൽ നേതാവ് എന്ന് തോന്നിക്കുന്ന ഒരു കരുമാടിക്കുട്ടൻ മഞ്ജുള പോകുന്ന വഴിയിൽ നിന്ന് ഇന്നും കളിയാക്കുകയും ചെയ്യും. പക്ഷേ ഗുരുവായൂരപ്പനെ മനസ്സിലോർത്ത് അവൾ മറ്റൊന്നിനെയും ഗൗനിക്കാണ്ട് നടക്കുകയാണ് പതിവ്. ഒരു ദിവസം അവൻ മനോഹരമായിട്ട് പുല്ലാങ്കുഴൽ മൂതി മഞ്ജുളയുടെ പുറകെ ചെന്ന് പൂമാല ചോദിച്ച് ശല്യമായി. നട അടയ്ക്കുന്നതിന് മുന്നേ ചെല്ലാൻ വേണ്ടിയിട്ട് അവൾ വേഗത്തിൽ നടന്നു. പുല്ലാങ്കുഴൽ പാട്ടുമായിട്ടോ കാലിച്ചക്കനും പിന്നാലെ എത്തി. അങ്ങനെ ക്ഷേത്രനടക്കിൽ ചെന്ന അവളെ കാവൽക്കാർ അകത്തേക്ക് വിട്ടില്ല. ആൽച്ചുകെട്ടിൽ ഒരു കാലിച്ചെറുക്കൻ്റെ കൂടെ നിൽക്കുന്നത് കണ്ടു എന്നുള്ള അപരാധം പറഞ്ഞിട്ട് അങ്ങനെ അമ്പലത്തിൽ കയറ്റിയില്ല. കയ്യിൽ താൻ കരുതിയ മാലയുണ്ടായിരുന്നു. അത് ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ പറ്റാത്ത സങ്കടത്തിൽ അമ്പലത്തിൻ്റെ പുറത്ത് നിന്ന് മഞ്ജുള കരയുകയായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതു വരുന്ന പൂന്താനം ഇത് കണ്ടു. എന്നിട്ട് കാര്യം അന്വേഷിച്ചു. അപ്പോൾ മഞ്ജുള സങ്കടത്തോടെ കാര്യമെല്ലാം പറഞ്ഞു. അപ്പോൾ പൂന്താനം കുറച്ച് ദൂരെയായിട്ടുള്ള ഒരു ആൽമരം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ ആലിൻ്റെ ചുവട്ടിൽ കാണുന്ന കല്ലിൽ ഭഗവാൻ എന്ന് സങ്കല്പിച്ച് ആ മാല ചാർത്തിക്കോളൂ. കല്ലിലും മരത്തിലും എല്ലാമുള്ള ആ ഭഗവാൻ ആ മാലയും സ്വീകരിച്ചുകൊള്ളും. അത് കേട്ട് കരച്ചിലടക്കി മഞ്ജുള ഭക്തിപൂർവ്വം ആ മാല അവിടെയുള്ള കല്ലിനെ ചാർത്തിച്ചു. അപ്പോഴേക്കും സന്ധ്യയായിരുന്നു. അക്കാലത്ത് ആലിൻ ചുവട്ടിൽ നിന്ന് നോക്കിയാൽ നേരെ ശ്രീകോവിലുള്ള ദീപം കാണാമായിരുന്നു. അങ്ങനെ അവൾ കുറേ നേരം അവിടെ നിന്ന് പ്രാർത്ഥനയോടെ ദീപാരാധന കണ്ടു തൊഴുതു രാത്രി വീട്ടിലേക്ക് തിരിച്ചുപോയി. പിറ്റേ ദിവസം നിർമ്മാല്യത്തിന് നട തുറന്നപ്പോൾ മേൽശാന്തി ഭഗവാന്റെ അലങ്കാരങ്ങൾ ഓരോന്നായിട്ട് മാറ്റാൻ തുടങ്ങി. എത്ര ശ്രമിച്ചിട്ടും ഈ മാല മാത്രം മാറുന്നില്ല. പക്ഷേ ഈ മാല താൻ തലേ ദിവസം ചാർത്തിയതല്ലല്ലോ എന്ന് മേൽശാന്തി അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് അവിടെ ദർശനത്തിന് പൂന്താനം അവിടെ നിന്നവരോടായിട്ട് തലേ ദിവസം നടന്ന കഥ പറയുന്നത്. അത് മഞ്ജുള എന്ന് പറയുന്ന കുട്ടി ഭഗവാനെ സങ്കല്പിച്ച് ആൽച്ചുവട്ടിൽ ചാർത്തിയ മാലയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് ആലിൻ ചുവട്ടിൽ കാലിച്ചെറുക്കൻ്റെ രൂപത്തിൽ കണ്ടത് മറ്റാരും ആയിരുന്നില്ല, സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയായിരുന്നു എന്ന്. അങ്ങനെ മഞ്ജുളയെ കണ്ട് ക്ഷമാപണം പറഞ്ഞ് മഞ്ജുളയെ തിരിച്ച് അമ്പലത്തേക്ക് ക്ഷേത്രഭാരവാഹികൾ കൂട്ടിക്കൊണ്ടുവന്നു. ഇനി അവർ വന്നാലെയാണ് നിർമ്മാല്യം മാറ്റാൻ പറ്റൂ എന്ന് മനസ്സിലായതോടുകൂടി മഞ്ജുളയെ തിരിച്ച് അമ്പലത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ മഞ്ജുള നടക്കൽ വന്ന് ഭഗവാനെ എൻ്റെ മാല തരൂ എന്ന് പറഞ്ഞപ്പോൾ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ നിന്ന് ആ മാല ഊരിപ്പോന്നു. ഭക്തയായ മഞ്ജുള ചാർത്തിയ മാല കണ്ണൻ സ്വീകരിച്ച അന്നു മുതലാണ് ആലിന് മഞ്ജുളാൽ എന്ന പേരും കിട്ടിയത്.